മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദൈവികാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിന്റെ 5-ാമത്തെ അധ്യായത്തിന്റെ 35 മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ നമ്മളിങ്ങനെ വായിച്ച് ധ്യാനിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ആണയിടരുത്. സ്വർഗത്തെ കൊണ്ട് നിങ്ങൾ ആണയിടരുത്, അത് ദൈവത്തിന്റെ സിംഹാസനമാണ്. ഭൂമിയെ കൊണ്ടുമരുത്, അത് ദൈവത്തിന്റെ പാദപീഠമാണ്. ജെറുസലേമിനെ കൊണ്ടുമരുത്, അത് ദൈവത്തിന്റെ നഗരമാണ്. നിന്റെ ശിരസിനെ കൊണ്ടും ആണയിടരുത്. നിന്റെ തലമുടിയിഴ വെളുപ്പിക്കാനോ കറുപ്പിക്കാനോ നിനക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങളുടെ വാക്ക് അതെ അതെ എന്നു മാത്രമായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളിൽ പലരുടെയും ഒരു സ്വഭാവമാണ് ആണയിടുക എന്ന് പറയുന്നത്. നമ്മൾ പറയുന്ന കാര്യം സത്യമാണെന്ന് നമ്മൾ ഊന്നി പറയുന്നതാണ് ആണയിടുന്നത്. അത് നമ്മൾ പലതിനെ കൊണ്ടും നമ്മൾ ആണയിടാറുണ്ട്. പ്രിയപ്പെട്ടവരെ, വചനം പഠിപ്പിക്കുകയാണ്, ഒരിക്കലും നീ ആണയിടരുത്, ഒന്നിനെ കൊണ്ടും ആണയിടരുത്. കാരണം ഈ ലോകത്തുള്ളത് മുഴുവൻ ദൈവത്തിൻ്റെതാണ്. നിന്റേതല്ലാത്തതിനെ കൊണ്ട് നീ എന്തിനാണയിടുന്നത്? നിന്റെ സ്വന്തമായിട്ട് ഈ ഭൂമിയിൽ എന്താ ഉള്ളത്? ഒന്നുമില്ല. നിന്റെ സ്വന്തമായിട്ടുള്ളതിനെ കൊണ്ട് നിനക്ക് ആണയിടാം, പക്ഷെ നിനക്ക് സ്വന്തമായിട്ട് ഒന്നുമില്ല ഇവിടെ. എല്ലാം ദൈവത്തിൻ്റെതാണ്. അതുകൊണ്ട് ഒന്നിനെ കൊണ്ടും നീ ആണയിടാനായിട്ട് പാടില്ല എന്ന് ഈശോനാഥൻ വ്യക്തമായിട്ട് പഠിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, നീ പറയുന്ന കാര്യം, നീ ചെയ്യുന്ന കാര്യം സത്യമാണ്, യാഥാർത്ഥ്യമാണ് എന്ന് നിന്റെ മനസാക്ഷിയിൽ തെറ്റാത്തതാണെന്ന് നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ പിന്നെ ആണയിടേണ്ട കാര്യമുണ്ടോ? ഇല്ല. അത് സത്യമാണെങ്കിൽ അത് മറ്റുള്ളവർക്ക് ബോധ്യമായിക്കൊള്ളും, അവർക്കത് ദൈവം ബോധ്യപ്പെടുത്തിക്കൊള്ളും. കാരണം സത്യം ദൈവമല്ലേ, കർത്താവീശോ മിശിഹാ സത്യം. നീ പറയുന്നതിൽ സത്യമുണ്ടെങ്കിൽ, നീ ചെയ്യുന്നതിൽ കൃത്യതയുണ്ടെങ്കിൽ, സത്യമുണ്ടെങ്കിൽ അത് ദൈവം വെളിപ്പെടുത്തി കൊടുക്കും മറ്റുള്ളവർക്ക്. അത് നമ്മൾ ആണയിട്ട് പറഞ്ഞുകൊണ്ട്, നമ്മൾ അതിനെ ഊന്നി പറഞ്ഞുകൊണ്ട് അത് സത്യമാണെന്ന് തെളിയിക്കേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ വാക്കുകൾ നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ വായി വരുന്ന എന്നും പറഞ്ഞുകൊണ്ട് നടക്കരുത്. സത്യമായ കാര്യം, നമുക്ക് ബോധ്യമുള്ള കാര്യം, നമ്മുടെ മനസാക്ഷിയിലെ തെറ്റെന്ന് നമുക്ക് തോന്നാത്ത കാര്യം, അത് ദൈവ തിരുമുമ്പിൽ നമ്മൾ വെക്കുമ്പോൾ ദൈവം നമ്മളെ കുറ്റപ്പെടുത്താത്ത കാര്യം നമ്മൾ ചെയ്യണം. ദൈവത്തിന് മുമ്പിൽ നമ്മളൊരു കാര്യം വെച്ചു കഴിഞ്ഞാൽ ദൈവം അത് കുറ്റപ്പെടുത്തുകയില്ലയോ? നമ്മളൊരു കാര്യം പറയുമ്പോൾ, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ദൈവം അതിനെ എങ്ങനെ കാണുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങളും ചെയ്യുക. അപ്പോൾ നമ്മുടെ പ്രവൃത്തികളിലും നമ്മുടെ വാക്കുകളിലും തെറ്റുപറ്റുകയില്ല. തെറ്റുപറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ ആണയിടാൻ പോകുന്നത്? നമ്മൾ ആണയിടണ്ട, നമ്മുടെ വാക്കുകളെ നിയന്ത്രിക്കണം. ഈ നോമ്പ് കാലം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വാക്കുകളെ നിയന്ത്രിക്കാനുള്ള ഒരു കാലമായി തീരട്ടെ. കരങ്ങളെ യാചനയോടെ പിടിച്ച് നമ്മുടെ ജീവിതത്തെ, ഈ ദിവസത്തെ എല്ലാ കാര്യങ്ങളും, നമ്മുടെ വാക്ക്, നമ്മുടെ പ്രവർത്തികൾ എല്ലാം ഈശോയ്ക്ക് കൊടുക്കാം. നമ്മുടെ കുടുംബാധ്വാനം കർത്താവെ അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഇവരെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെല്ലുകയും ഇവരെ സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിതത്തിന്റെ വഴികളിൽ നിന്ന് സർവ്വ തിന്മകളെയും ബന്ധനങ്ങളെയും കെട്ടുകളെയും പൈശാചിക ശക്തിയിലെ ഉപദ്രവങ്ങളെയും നാരകീയ ശക്തിയുടെ പ്രവർത്തനങ്ങളെയും ഇന്നത്തെ ഇവരുടെ അധ്വാന മേഖലകളിൽ നിന്ന് തിന്മകളുടെ സർവ്വ പ്രവർത്തികളെയും ബന്ധിച്ച് നിർവീര്യമാക്കി നരകാഗ്നിയിലേക്ക് ആട്ടിപ്പായിക്കുന്നു. എല്ലാ കെട്ടുകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.